ഇന്ന് നമുക്ക് വീട്ടിലുള്ള റേഷനരി വെച്ച് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചോറ് റെഡിയാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ചെമ്മീനിലേക്ക് മഞ്ഞളും മുളകും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായി ഒന്ന് പുരട്ടിയെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചെമ്മീൻ നന്നായി ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റാം. എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 1 സ്പൂൺ പെരുംജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെരുംജീരകം നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ടയും ഗ്രാമ്പുമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാള നല്ലൊരു ബ്രൗൺ നിറമാവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് പച്ചമുളക് 2ആയി കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി തക്കാളിയും കൂടി നന്നായി ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് യോജിപ്പിച്ചെടുക്കാം. വെള്ളം ഒരു 1/4 ഗ്ലാസ് അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ മസാല നല്ല ഗ്രേവി ആയിട്ട് നല്ല സെറ്റായി വരും. ആ സമയത്ത് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മസാലയിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിരകി വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ചോറിന് നല്ല സ്വാദ് കിട്ടും. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചോറ് റെഡിയായി. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.